ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ബ്ലൗസിൻ്റെ സ്ലീവ് ഡിസൈനാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് ചെറിയൊരു കാര്യം സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിമിന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. റിനു തസ്ലി ആർട്സ് ആൻഡ് ഡിസൈൻസ് എന്ന് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ. ഓക്കെ, അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബ്ലൗസ് എങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. സെറാലൈറ്റിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിത് 2-3 വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂവിനെ പറ്റി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 3 സെൻറ്റിമീറ്റർ അളന്നിട്ടാണ് ഫസ്റ്റത്തെ സ്റ്റോൺ വെക്കുന്നത്. ജസ്റ്റ് ഡിഫറൻസ് മാറണ്ടെന്ന് കരുതിയിട്ടാണ്. ഈ ഒരു ലെവലിലായിട്ടാണ് ഇങ്ങനെ വലിയ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത്. ഇനി ചെറിയ സ്റ്റോൺ ഇതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഇടയിലായിട്ട് ഇങ്ങനെ ഒരു സ്ലീവിൻ്റെ ഹാഫ് ഭാഗം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൻ്റെ ബാക്ക് സൈഡിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഉണങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും ബാക്കിൽ മറിച്ചിട്ടിട്ട് ഡിസൈൻ ചെയ്യരുത്. അതുപോലെ ഇത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അടുത്ത സ്ലീവിൻ്റെ ഹാഫ് ഭാഗം ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഭാഗം നമുക്ക് അടുത്തത് ഫില്ല് ചെയ്യാം. 2 സൈഡും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം പിന്നെ ബാക്ക് സൈഡ് മറിച്ചിട്ടിട്ട് ചെയ്യാം. ഈ ഡിസൈൻ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ആർക്കും ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു ഡിസൈനാണ്. മുട്ടുപിന്ന് ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുന്ന ട്രിക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി അധികം വിശദീകരിക്കുന്നില്ല. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണാം. സ്ലീവും ഇവിടെ നല്ലവണ്ണം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ വീണ്ടും അതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുക. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പെട്ടെന്നൊന്നും കുറച്ച് ദിവസത്തേക്ക് നിങ്ങളിത് അലക്കാതിരിക്കുക. പെട്ടെന്നൊക്കെ അലക്കി അതിൻ്റെ സ്റ്റോണൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയും പുതിയ വീഡിയോസ് കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.